ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. ലിബറാൻ കമ്മീഷന്റെ അന്വേഷണ വിഷയം. ലിബറാൻ കമ്മീഷന്റെ അന്വേഷണ വിഷയം. ഉത്തരം ബാബറി മസ്ജിദ് തകർത്ത സംഭവമാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി. ബാബറി മസ്ജിദ് തകർത്ത സംഭവം. അടുത്ത ചോദ്യം. ആൺകുട്ടികളുടെ സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെയും പെൺകുട്ടികളുടെ ഗൈഡ്സ് പ്രസ്ഥാനത്തിന്റെയും സ്ഥാപകനാര്? ആൺകുട്ടികളുടെ സ്കൗട്ട്സ് പ്രസ്ഥാനത്തിന്റെയും പെൺകുട്ടികളുടെ ഗൈഡ്സ് പ്രസ്ഥാനത്തിന്റെയും സ്ഥാപകൻ ആര്? ഉത്തരം കിട്ടിയോ? ആരാണ്? ഓപ്ഷൻ എ. ആരാണ്? ബേഡൻ പവൽ. ആരാണ്? ബേഡൻ പവൽ. അതുപോലെ നമുക്കറിയാം അടുത്ത മാസം 18 തീയതി പരീക്ഷയാണ്. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ട്സ്, ഡെയിലി നോട്ട്സ് അതും ഫ്രീ ആണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേണ്ടുന്നവർ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം നമുക്കറിയാലോ. ആരാണ്? JRD ടാറ്റ. JRD ടാറ്റ. അടുത്ത ചോദ്യം. ചുണ്ടലിയുടെ ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ചുണ്ടലിയുടെ പേരെന്ത്? ചുണ്ടലിയുടെ ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ ചുണ്ടലിയുടെ പേരെന്ത്? ഉത്തരം ദിനി. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഒന്നാമത്തെ വനിതാ രാഷ്ട്രപതി. ഇന്ത്യയുടെ ഒന്നാമത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഉത്തരം പ്രതിഭ പാട്ടീൽ. ആരാണ്? പ്രതിഭ പാട്ടീൽ. അടുത്ത ചോദ്യം. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത്? ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത്? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ നോക്കേ. ഏതാണ്? എൽക്ക് ക്ലോണർ. ആരാണ്? ഏതാണ്? എൽക്ക് ക്ലോണർ. അടുത്ത ചോദ്യം. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെന്നത്ത് കൗണ്ട്. ആരാണ്? കെന്നത്ത് കൗണ്ട്. അടുത്ത ചോദ്യം. തെക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത്? ഒന്ന് ശ്രദ്ധിക്കണേ. തെക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ഏതായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഉത്തരം ഓപ്ഷൻ ഡി. ഏതാണ്? ന്യൂസിലാൻഡ്. ഏതാണ്? ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം. ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. മറക്കല്ലേ. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. അടുത്ത ചോദ്യം. ഡോൾഫിൻ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോൾഫിൻ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നീന്തൽ. പല ചോദ്യങ്ങളുടെയും വിശദീകരിച്ചുകൊണ്ടുള്ള നോട്ട്സുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അത് വേണ്ടുന്നവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യം. 2010 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക ഗാനം ആലപിച്ച പോപ്പ് ഗായിക ഷാക്കിരയുടെ രാജ്യം. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സോങ് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്ന് കാണും ഏതാണെന്ന് ഉള്ളത്. അപ്പൊ ഏതാണ് രാജ്യം എന്നാണ് ചോദ്യം. ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ സി. കൊളംബിയ. അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ലോങ് ബാക്ക് ടു ഫ്രീഡം എന്ന ആത്മകഥ ആരുടേത്? ലോങ് ബാക്ക് ടു ഫ്രീഡം എന്ന ആത്മകഥ ആരുടേത്? ഉത്തരം നെൽസൺ മണ്ടേല. ആരാണ്? നെൽസൺ മണ്ടേല. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ കടമെടുത്തത്? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ കടമെടുത്തത് എവിടെ നിന്നാണ് ചോദ്യം അല്ലേ? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻസ് നോക്കേ. ഉത്തരം ഏതാണ്? ജർമ്മനിയിൽ നിന്നാണ്. ഉത്തരം ജർമ്മനി. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ഇന്ത്യയിൽ ആദ്യമായി
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഫിലിപ്പ് വിപ്ലവം നടന്ന രാജ്യം? ഫിലിപ്പ് വിപ്ലവം നടന്ന രാജ്യം? ഉത്തരം കിർഗിസ്ഥാൻ. ഓപ്ഷൻ സി കിർഗിസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സിവിൽ സർവീസിന്റെ പിതാവായി അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ സിവിൽ സർവീസിന്റെ പിതാവ് അല്ലേ? അപ്പൊ ആരാണ്? കോൺവാലിസ് പ്രഭു. ആരാണ്? കോൺവാലിസ് പ്രഭു. ഓക്കെ. അതുപോലെ ആധുനിക അഖില ഇന്ത്യ സിവിൽ സർവീസിന്റെ സ്ഥാപകൻ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവിടെ ചോദ്യം മറക്കലും എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. അടുത്ത ചോദ്യം, ദി ഗോൾഡൻ ഗേറ്റ് എന്ന കൃതി രചിച്ചത്? ദി ഗോൾഡൻ ഗേറ്റ് എന്ന കൃതി രചിച്ചത്? ഉത്തരം ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? വിക്രം സേത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദി പൊട്ടാറ്റോ ഏറ്റേഴ്സ് എന്ന പ്രസിദ്ധ പെയിന്റിംഗ് രചിച്ചത്? ദി പൊട്ടാറ്റോ ഏറ്റേഴ്സ് എന്ന പ്രസിദ്ധ പെയിന്റിംഗ് രചിച്ചത് ആരാണ്? ഉത്തരം കിട്ടിയോ? വിൻസെന്റ് വാൻ ഗോഗ്. ആരാണ്? വാൻ ഗോഗ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നെപ്പോളിയൻ. ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? ആരെയായിരിക്കാം അറിയപ്പെടുന്നത്? ഉത്തരം കിട്ടിയോ? ആരെയാണ്? സമുദ്രഗുപ്തൻ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത്? ഉത്തരം ഏതാണ്? ഓസ്ട്രേലിയ. ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മതേതരം എന്ന വാക്ക് കൂട്ടിച്ചേർത്ത വർഷം? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളില് മതേതരത്വം അല്ലെ? അപ്പൊ ആ വാക്ക് കൂട്ടിച്ചേർത്ത വർഷമാണ് ചോദ്യം. ഏത് വർഷമാണ്? 1976 എന്നാണ്. 1976. അടുത്ത ചോദ്യം, ഹെർട്സ് എന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? ഹെർട്സ് എന്നത് ഏതിന്റെ യൂണിറ്റ് ആണ്? അതിലെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഫ്രീക്വൻസി. ഓപ്ഷൻ സി. മറക്കല്ലേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മൂലകമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മൂലകമല്ലാത്തത് ഏത്? അപ്പൊ നോക്കേ, ഓപ്ഷൻസ് നോക്കേ, ഏതായിരിക്കാം? ഉത്തരം ഓപ്ഷൻ ബി സിലിക്ക. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയെ 2 വട്ടം മുറിച്ചു കടക്കുന്ന നദി ഏത്? ഭൂമധ്യരേഖയെ 2 വട്ടം മുറിച്ചു കടക്കുന്ന നദി ഏത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കോങ്കോ. ഏതാണ്? കോങ്കോ. അടുത്ത ചോദ്യം, സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോള്, വോളിബോള്, ക്രിക്കറ്റ്, ഹോക്കി. ചോദ്യം എന്താണ്? സന്തോഷ് ട്രോഫി ആണല്ലേ? അപ്പൊ നമുക്കറിയാലോ ഏതുമായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ഫുട്ബോള്. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിലേതാണ് യക്ഷഗാനം എന്ന പ്രസിദ്ധമായ നൃത്തരൂപം? ഈ സംസ്ഥാനത്തിന്റെയാണ്. ഏതാണ്? യക്ഷഗാനം അല്ലെ? യക്ഷഗാനം. അപ്പൊ ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നേ? ഉത്തരം കിട്ടിയോ? ഏതാണ്? കർണാടക. ഇതിന്റെയാണ് കർണാടക. അടുത്ത ചോദ്യം നോക്കാം, തലച്ചോറിലെ ഏത് ഭാഗമാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്? തലച്ചോറിലെ ഏത് ഭാഗമാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്? ഉത്തരം ഏതായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഹൈപ്പോതലാമസ്. മറക്കല്ലേ, തലച്ചോറിലെ ഏത് ഭാഗമാണ് ശരീര ഊഷ്മാവ്? ഉത്തരം ഏതാണ്? ഹൈപ്പോതലാമസ്. അടുത്ത ചോദ്യം, ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേത്? ഗാന്ധിജി വെറും ഒരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം ആരുടേത്? ഉത്തരം കിട്ടിയോ? ആരുടെ ആയിരിക്കാം? കൂടുതൽ ഒന്നും നോക്കണ്ട. ആരാണ് ഇവിടെ ഉത്തരം? ജോർജ് ബെർണാഡ് ഷാ. ആരാണ്? ജോർജ് ബെർണാഡ് ഷാ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? രക്തമാംസാദികളാൽ ഇത്തരത്തിലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന വരും തലമുറ വിശ്വസിക്കുകയില്ല. ആര് പറഞ്ഞാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുപോലെ ഐൻസ്റ്റീൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അത് വിവേകമാണ്. എന്താണ്? വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഉത്തമ മാതൃക എന്ന് ഗാന്ധിയെ വിളിച്ചതുമാരാണ്? അതും ഐൻസ്റ്റീൻ ആണ്. ഓക്കെ. അടുത്ത നോക്കേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി ഏത് എന്നാണ് ചോദ്യം. അല്ലെ? അപ്പൊ നോക്കേ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അപ്പൊ ഏതാണ് ഉത്തരം?
ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഏതാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓക്കെ. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അത് ഏതിന്റെയാണ്? അത് INA യുടെ മുൻഗാമിയാണ് ഇത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഓക്കെ.